ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ തക്കുവിൻ്റെ സ്കൂൾ ഓപ്പൺ ആവാണ്. തക്കു ആദ്യമായിട്ട് നാളെ തക്കു ആദ്യമായിട്ട് LKG പോകാൻ പോവാണ്. അപ്പോൾ തക്കുവിൻ്റെ സ്കൂളിൻ്റെ പേരെന്താ തക്കു പറഞ്ഞേ? ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ. തക്കു ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു തക്കുവിൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ തക്കുവിന് വേണ്ടി മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് അല്ലേ തക്കു? നമുക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം ബുക്ക് കവർ ചെയ്താൽ മതിയാ? ആദ്യം നമുക്ക് ബുക്ക് കവർ ചെയ്യാം. അതായത് തക്കുവിന് എത്ര ബുക്ക് ഉണ്ട്? 5 ബുക്ക് ഉണ്ട് തക്കുവിന്. 5 ടെക്സ്റ്റ് ബുക്കും 2 നോട്ട് ബുക്കും. 5 ടെക്സ്റ്റ് ബുക്ക് 5 ഉണ്ടല്ലേ? 5 ഒന്ന് നോട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തക്കു ഒന്ന് എണ്ണി കാണിച്ചു കൊടുക്ക്. വാ എണ്ണ ഒന്ന് വെച്ച് ടെക്സ്റ്റ് ബുക്ക് എത്ര എണ്ണം നോക്കിയേ. മമ്മിക്ക് അറിയാ തക്കുണ്ട്. തക്കുണ്ട്. അത് കൊള്ളാം, എനിക്കറിയാലോ. തക്കുന്റെ കഴിവ് കാണിച്ചു കൊടുക്ക്. പതുക്കെ ഒരു മയത്തില് 2 3 4 5 കൂടെ ഉണ്ട്. ഓടുന്നു. ഇത് ബുക്കാ? തക്കുന്റെ ഫണ്ട്. അത് നോട്ട് ബുക്ക് അല്ലേ? തക്ക് ഫുൾ കളിപ്പാണല്ലോ. ഇത് 1 2 നമുക്ക് കവർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഇത് കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം അല്ലെ തക്കു? ആ കവറിലേക്ക് കവർ ചെയ്യാനായിട്ട് ഇതൊക്കെ മേടിച്ചു. ഞാൻ ശരിക്കും എനിക്ക് അതെ, ഞാനാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം. ഞാൻ പഴയ ഓർമ്മകൾ വരുന്നു. ഞാൻ സ്കൂളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു സംഭവം ഭയങ്കര രസമാണ്. സ്കൂളിൽ പോയി പഠിക്കുന്നത് മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ. ബുക്ക് കവർ ചെയ്യണതും പിന്നെ സ്കൂളിൽ പോയി കളിക്കുന്നതും. നമുക്കേ ആദ്യം എല്ലാം ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയാലോ? അല്ലെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കാം. ഇത് നമ്മള് ഇത് ലാസ്റ്റ് ചെയ്യാം അല്ലേ? പണിയിലേക്ക് ലാസ്റ്റ് കിടക്കാം. അത് തക്കുന്റെ ബാഗ് കാണിച്ചു കൊടുക്കാം അല്ലേ? തക്കു നല്ല കളർഫുൾ ബാഗൊക്കെ മേടിച്ചതായിരുന്നു. അതുപോലെ തക്കുന്റെ മാമൻ തക്കുന് അബുദാബിയിൽ നിന്ന് വന്നപ്പോൾ നല്ല കളർഫുൾ ബാഗൊക്കെ മേടിച്ചു കൊടുത്തു. പക്ഷെ സ്കൂളിലെ റൂൾ ഇതാ, ബ്ലാക്ക് ബാഗ് പറ്റുള്ളൂ. ഇനിയിപ്പോ ടൂർ പോകുമ്പോ ബാഗ് കൊണ്ടുപോവാം. ഇതാണ് ബാഗ്. ഇതില് പിന്നെന്താ കാണിച്ചു കൊടുക്കാം? ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ക്ലേ ഉണ്ട്. ക്ലേ മമ്മി പോയി മേടിച്ചതാണ് ഇത്. ഇത് വെച്ച് നമ്മള് ഇതൊരു ട്രാൻസ്പെറന്റ് ബോക്സിലാക്കിയിട്ട് തക്കുന്റെ നെയിം ഇങ്ങനെ എഴുതാം. തക്കുന്റെ പേരെന്താ? നിലാവാശിയൻ. തക്കുന്റെ എല്ലാം ഇതില് ട്രാൻസ്പെറന്റ് ബോക്സിലിട്ട് നെയിമൊക്കെ എഴുതാൻ തെറ്റിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മളൊന്നും പഠിക്കുന്ന ഇങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊക്കെ സെറ്റപ്പ് അല്ലേ? അതിടാം. നമ്മള് തക്കുന്റെ എല്ലാം ഇട്ടു. ഇതിന്റെ ടോപ്പ് എന്ത് ലേബിൾ ചെയ്യാനായിട്ട് ഒരു ഇത് പോസ്റ്റ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും എന്താ പറയാ, ലേബിൾ ചെയ്യാനായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്നൊരു തക്കുവിന്റെ നിലാവാശി എന്ന് പേരെഴുതിയ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല. അതിന് ഇനിയും ഒരു 5-6 days കഴിഞ്ഞിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒട്ടിക്കായിരുന്നു, നിലാവാശിയായിരുന്നു. പക്ഷെ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പേരെഴുതാം. അപ്പോൾ ക്ലേ കണ്ടില്ലേ എല്ലാവരും? തക്കുവിന്റെ ക്ലേ ഇതാണ്. അത് വൈറ്റ്നർ. അത് എന്താ പറയുക, സ്ലിപ്പ് വരുന്ന വരെ ജസ്റ്റ് തക്കുവിൻ്റെ തിങ്സ് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വൈറ്റ്നർ വെച്ച് എഴുതിയ പിന്നെ മാഞ്ഞു പോയില്ലായിരുന്നു. ഇന്നലെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു തന്ന ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ക്ലേ കണ്ടു. ഇനി എന്താ? ഇനി തക്കുവിന്റെ ജംബോ ക്രയോൺസ്. ഇതാണ് നമ്മുടെ ജംബോ ക്രയോൺസ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതില്. പിങ്ക്, യെല്ലോ, ബ്രൗൺ, ഡാർക്ക് പിങ്ക് അല്ലേ, പർപ്പിൾ. ഭാഗ്യം. മമ്മി പഠിക്കുമ്പോ ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ജംബോ ക്രയോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യേ. ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ക്രയോൺസ് ഉണ്ടായിരുന്നില്ല.
ലക്കികളല്ലേ? ബുക്കും പെൻസിലും മാത്രം. ബുക്കല്ലടി. ഇഷ്ടായ? എന്താ അയ്യോ വായലും ഇട്ടായിട്ടാ. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. അത് ഇത് ഇതും ആക്ച്വലി ഇതിലിട്ടിട്ട് ഇതും പേരെഴുതണം. അപ്പൊ നമുക്കത് ഇട്ടാലോ? ഒന്നും ഇടാൻ തോന്നുന്നില്ല. കേടാവോ? പൊട്ടിപ്പോവോ? ഇടാം. എന്നാ അതിപ്പോ ഇടാം. അത് പൊട്ടിക്ക്. അമ്മ പൊട്ടിക്കണോ? ഒരു മിനിറ്റ് മമ്മി ഒന്ന് നോക്കട്ടെ. ഇട ഒരു മിനിറ്റ്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കായിരുന്നു സേഫ് അല്ലേ? ഇപ്പൊ പതുക്കെ പതുക്കെ അതൊക്കെ പൊട്ടും 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 പൊട്ടും. പേടിയാവുണ്ട് സത്യം പറഞ്ഞ. പൊട്ടുവോ? പൊന്നുവിനൊക്കെ വേദന എടുക്കണം. പക്ഷെ ഇതൊരു രസമല്ലേ ഇങ്ങനെ പതുക്കെ തക്ക ഒരു മയത്തില്. പതുക്കെ പതുക്കെ അങ്ങനെ. അങ്ങനെ പൊട്ടും പൊട്ടും അങ്ങനെയല്ല മമ്മി ഇടണുണ്ടല്ലേ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇടണം. അതിന്റെ അല്ലെങ്കിൽ ഈ ഭാഗം പൊട്ടിപ്പോവില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. തക്കൂട്ടോ പതുക്കെ എല്ലാവരും മയത്തിൽ ചെയ്യണം കേട്ടാ. നല്ല മയത്തില് മമ്മി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. മയെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് കേടാക്കരുത് സാധനങ്ങള്. ഭയങ്കര സ്ലോ ആയല്ലോ. സാരില്ല കേട്ടോ. എൻ്റെ ഒരു ഡൗട്ട് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് വലുതായി തോന്നുന്നുണ്ട്. സാരില്ല. അങ്ങനെ മിടുക്കി. യെസ് ഓക്കെ. അപ്പൊ തക്കുവിന്റെ ക്രയോൺസ് റെഡി. ഇനി ഇതിലും തക്കുവിന്റെ പേര് ഒന്നും കൂടി പറഞ്ഞു. നേരത്തെ മര്യാദക്ക് കേട്ടില്ല. തക്കുവിന്റെ ഫുൾ നെയിം പറഞ്ഞേ. അപ്പൊ നമ്മള് ക്ലേ കണ്ടു, ക്രയോൺസ് കണ്ടു. ഇനി എന്താന്നറിയോ? ഇങ്ങോട്ട് വാ. അയ്യോടാ ഒരു ക്ലേയും കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വെക്കാം പതുക്കെ. ഒന്നുമില്ലേ? എന്താടോ? അങ്ങനെ നല്ല വെക്കണ്ടേ? ഞാൻ കാണിച്ചു തരാന്നോ? വലിയ ആളായി പോയി. ഞാൻ കാണിച്ചു തരാൻ മമ്മി ഇങ്ങനെ വെക്കണ്ടെന്ന് നോക്കിയേ. തക്കു ക്ലേ റെഡിയാക്കി കഴിഞ്ഞാ? അത് എന്നാ ടോപ്പ് ഇട്ട് വെക്കി. അപ്പൊ നമ്മുടെ ക്ലേ റെഡിയായി. പിന്നെന്താ ക്രയോൺസ്. ഇത് ഇതിനുള്ളിൽ വെക്കി. രണ്ട് സംഭവങ്ങൾ റെഡി. ഈ ക്ലേ ഉണ്ടാക്കാൻ ഓരോരോ ഷേപ്പുകളാണ് കേട്ടോ. ഷേപ്പാണ് അത്. ശരിക്കും സ്കൂളിൽ ആവശ്യമില്ല. എന്നാ ശരി. അന്നേരം ഇരുന്നോട്ടെ. അതിന്റെ കൂടെ കിട്ടിയതാ. നമുക്ക് ക്ലേ മേടിച്ചപ്പോൾ കൂടെ കിട്ടിയതാ. അപ്പൊ അതിന്റെ കൂടെ വെച്ചു. ഓക്കെ. അടുത്ത് നമ്മൾ എന്താ കാണിച്ചു കൊടുക്കാം? അടുത്ത് ബോർഡ്. തക്കുവിന്റെ എക്സാം ബോർഡ്, റൈറ്റിംഗ് പാഡ്. നീ കണ്ടത്? നീ ഇത് കണ്ടില്ലല്ലോ. കണ്ടു. ഇഷ്ടായ? ഇതാണ് നമ്മുടെ കട്ടർ, റബ്ബർ കട്ടർ. എക്സാം ബോർഡാണ്. ഓ ശരി. തക്കു കാണിച്ചു കൊടുത്തു. എന്താ ഇതൊക്കെ? കട്ടറും റബ്ബറും. നല്ല ക്യൂട്ടായിട്ടുള്ള റബ്ബർ. പെൻസില്. എന്താന്ന് പറഞ്ഞു കൊടുക്ക്. പെൻസില് ഒരു റബ്ബറും കൂടി ഉണ്ട്. വേറൊരു സാധനം ഉണ്ട് തക്കു കാണാത്തത്. കാണിച്ചരാ. തക്കുവിന് കാണാത്തത് കണ്ടെടുത്തു. ഇത്രയും ക്യൂട്ടായിട്ടുള്ള എന്താടേ തക്കുവിന് ഇഷ്ടമുള്ള കളറല്ലേ? മമ്മി നോക്കി നടന്ന് മേടിച്ചതാ. ഇതന്നെ മമ്മീനെ പോയത്. സ്കൂൾ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയത് ഇതിന് വേണ്ടിട്ടാ. ഇവിടെ ക്രയോൺസ്, ഇവിടെ കട്ടറുകള്, പെൻസിലുകള്, എന്തൊക്കെയാ മമ്മി വേടിപ്പികള്. എന്താണ് വേടിപ്പികള്? എന്തൊക്കെയാ മമ്മി?
ഒന്നുകൂടെ പറഞ്ഞേ. എന്തൊക്കെ മേടിപ്പുകൾ, അതാണ് അത് ഉദ്ദേശിച്ചത്. ഇതാണ് എന്തൊക്കെ ഒന്ന് മേടിച്ചേക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇഷ്ടമായി പോയി. ഇതാണ് നമ്മുടെ സ്ക്രാപ്പ് ബുക്ക്. ഇതാണ് നമ്മൾ നേരത്തെ മിസ് ചെയ്ത റബ്ബർ. പിന്നെ എന്താ, പിന്നെ കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. അത്രയൊക്കെ തന്നെയാ. പിന്നെ തക്കുവിന്റെ എക്സാം ഒക്കെ എഴുതിയിട്ട്, ഇതിലെല്ലാം തക്കു എക്സാം എഴുതാൻ അറിയോ? ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ പോണം. എന്നിട്ട് എക്സാം എഴുതിയിട്ട് ആ ഷീറ്റൊക്കെ ഇത് കാണിച്ചു കൊടുത്തില്ല. എനിക്ക് തിരി ആ ഷീറ്റൊക്കെ മിസ്സാവാതെ സൂക്ഷിക്കാനായിട്ട് ഫയൽ വേണം. സോറി തക്കു. അങ്ങനെ ഫയല് കാണിച്ചു കൊടുത്താ? തക്കുവിന്റെ ഫയല് ഫയലാണ്. യൂണിക്കോൺ തക്കുവിന് ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടമായി യൂണിക്കോണിന്റെ ഇതൊക്കെ ഉള്ളത്. അതൊക്കെ പതുക്കെ കേട്ടാ, അതൊക്കെ പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ അത് പോവല്ല. എന്തൊക്കെയാണല്ലേ? തക്കുവിനൊക്കെ ഭാഗ്യം. മമ്മിക്ക് ഫയല് ഇങ്ങനത്തെ ഫയലൊന്നുമില്ല, നോർമൽ ഫയല്. ഇവിടെ കണ്ടിട്ടില്ലേ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന അങ്ങനത്തെ ഫയല്. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? പിന്നെ ഞാനൊരു ചെറിയ കണ്ടപ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയപ്പോ മേടിച്ചതാ. ചെറിയൊരു പൗച്ച്, നല്ല സെല്. ഇത്രേ ഉള്ളൂ. പിന്നെ ടിഫിൻ ബോക്സ്. പറയൂ തക്കു. വാട്ടർ ബോട്ടിൽ. പറഞ്ഞോ. എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നറിയോ? ഇങ്ങോട്ട് തന്നെ തക്കു. ഇവിടെ സാധനം പോയി. ഏതാ തക്കുക്കോ? ഏതാ ഇഷ്ടപ്പെട്ട? തക്കുവിന് ഇഷ്ടപ്പെട്ട സാധനം തക്കു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതാ മമ്മി സർപ്രൈസ് ആയിട്ട് വെച്ചത്. തക്കൂര് ഞാനിതെല്ലാം കാണിച്ചു കൊടുത്തു, പക്ഷെ ഇത് മാത്രം കാണിച്ചില്ല. കാരണം അവളുടെ ഒരു എക്സ്പ്രഷൻ, ശരിക്കും എല്ലാ സാധനവും മേടിച്ചു കൊടുക്കുമ്പോൾ തക്കു ഭയങ്കരമായിട്ട് അത് എന്താ പറയാ, ഭയങ്കരമായിട്ട് കാണിക്കും. ഭയങ്കരമായിട്ട് താങ്ക് യു, യു മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാണിക്കും. അത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ വെച്ച് ഞാൻ ഒരു സാധനം മാത്രം ഒളിപ്പിച്ച് വെച്ച്. അപ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഞാൻ സർപ്രൈസ് ആക്കി വെച്ചത്. കറക്റ്റ് ആള് അതുപോലെ തന്നെ കാണിക്കുകയും ചെയ്തു. ഇത് സ്റ്റാപ്ലർ. ഇനി നമുക്ക് അതായത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ഒരു പണിയിലേക്ക് എടുക്കാം. കുറച്ച് പണിയുണ്ട്. പണി എന്ന് പറയുന്നത് ഒരു പണിയാണ്. അതാണ് നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ചത്. ലാസ്റ്റ് തുടങ്ങി. അപ്പൊ നമുക്ക് അടുത്തടിക്ക് തുടങ്ങാം. അടുത്ത പണിയിലേക്ക് കിടക്കാം അല്ലേ തക്കു? അടുത്ത പണിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഞാൻ കാണിച്ചതരേ മമ്മി ഞാൻ ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കേണ്ടി. ഓക്കെ, ഒരു ബുക്ക് എടുക്ക് തക്കു. നമ്മൾ പറയാൻ പോവാണ്. ഇതാണോ ക്ലിപ്പ്? ഇതാണോ ക്ലിപ്പ്? അതെ. അയ്യോ മമ്മി ഒരു സിസ്റ്റർ വെച്ചിട്ടുണ്ടല്ലോ കത്രിക. ഓക്കെ കൊറേ കാലായി ഞാൻ ബുക്ക് കവർ ചെയ്തിട്ട്. ഇതിന്റെ അളവ് ഇടാ. ശരി. അത് ആദ്യം നമുക്ക് സ്റ്റാപ്ലർ ഇങ്ങനെയല്ല ഇതാക്കാം. ഇങ്ങനെ ആക്കി ഉള്ളിൽ വെച്ചോ. ഇതിവിടെ ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന്. അത് സെറ്റായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഐഡിയ കിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്. ഇങ്ങനെ വെച്ച് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അത് തന്നെ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. കൊറേ ശേഷം നമ്മൾ ആദ്യത്തെ ഈ കാർപ്പറ്റ് കട്ടായി പോവോ? തക്ക് ഒന്ന് പൊക്കി പിടിച്ചു തരുമോ മമ്മിക്ക്? മെഡിക്കി. നമുക്ക് സ്റ്റാപ്ലർ നമുക്ക് യൂസ് ചെയ്യാം. ഒരു മിനിറ്റ് തക്കു. പറയുമ്പോ
ഇവിടെ കുറച്ച് സ്പേസ്, ഇവിടെ കുറച്ച് സ്പേസ്, ഇവിടെ കുറച്ച് സ്പേസ് കറക്റ്റായിട്ട് വിടണം. എന്നിട്ട് ഈ ബുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് പേപ്പറിൽ വെച്ച് ഇതെന്തത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. മനസ്സിലായോ? ഇങ്ങനെ കാണിക്കണം. എന്നിട്ടാണ് നമുക്ക് കട്ട് ചെയ്യണം അല്ലേ? നോട്ട്ബുക്ക് ആണെങ്കിൽ ഈ ഒരു പേജിന് എടുക്കും, പക്ഷെ ഈ പേജ് എടുക്കാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്ക് അല്ലേ, അപ്പൊ ഇത് മാത്രം മതി. എന്നിട്ട് വേറെ ടെക്സ്റ്റ് ബുക്കും കൂടി എനിക്ക് ഉണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഭയങ്കര നീറ്റായിരിക്കണം. മനസ്സിലായോ? അവിടെ ഇവിടെയും ചുളുങ്ങിയിരിക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയണ കാര്യം ഞാൻ പറഞ്ഞത് കൊടുക്കണം. ഓക്കേ, ഇതൊക്കെ കാണുക, നിനക്ക് പറഞ്ഞു തരണേ, ബാക്കി എല്ലാവർക്കും ഇതറിയാം. ഹലോ, എന്താടോ ഇതൊരു മൈൻഡില്ലാത്ത അതിലല്ല, ഇതിൽ ഞാൻ ചെയ്യാനായിട്ട് ചാൻസ് തരാം. വെയിറ്റ് ചെയ്യും. തക്കു നോക്ക് മമ്മി ചെയ്യണത്. തക്കു ചെയ്യല്ലേ? തക്കു എന്താടോ എന്നെ അടിക്കണത്? സോറി, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിക്കാൻ വേണ്ടി തല്ലിയതല്ല. കണ്ടോ? എന്നിട്ട് ഇവിടെ അല്ലേ, ഇവിടെ ഈ ഒരു ഭാഗല്ലേ, ഈ കോർണറിൽ നമ്മൾ കട്ട് ചെയ്യണം. അടുത്ത കൊല്ലം തക്കു ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. അത് ഒറ്റയ്ക്ക് ചെയ്യാടോ. ഒന്നും മിണ്ടാണ്ട് എനിക്കറിയാലേ. കണ്ട, അപ്പൊ നമ്മള് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഭാഗം മടക്കും. ഇങ്ങനെ മടക്കും. കണ്ട, അതിന് വേണ്ടിയാണ് ഇത് കട്ട് ചെയ്തത്. ശ്രദ്ധിക്കണില്ലല്ലോ ഇതൊക്കെ. ശ്രദ്ധിക്കണേ നിങ്ങള്. നല്ല കവറാട്ടോ അത്. ഞാനത് എവിടെ നിന്നാ മേടിച്ചേ? എങ്ങനെ മമ്മി സ്റ്റാപ്പിൾ ചെയ്യാമെന്ന് പഠിപ്പിച്ചിരുമോ? ഞാൻ പണ്ട് നന്നായിട്ട് ബുക്ക് കവർ ചെയ്യുമായിരുന്നു. തക്കു ശ്രദ്ധിക്കടാ, കഴിയാറായി. കൊണ്ടുവന്നേ ഇവിടെ വെക്ക്. അടുത്ത കൊല്ലത് മിസ് ചോദിക്കട്ടോ, മാം ചോദിക്കും, നിലാവ് ഇതൊന്നും പഠിച്ചില്ലേ, മമ്മി ഇതൊന്നും പഠിപ്പിച്ചില്ലേന്ന് ചോദിക്കില്ലേ? അപ്പൊ നിലാവ് എന്തു പറയും? നിലാവ് നാളെ രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്നറിയോ? 9 മണിക്കൊന്നല്ല, 7 മണിക്ക് ബസ് വരും. നാളെ മാത്രം, നാളെ ഫസ്റ്റ് ഡേ ആണ്. നാളെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം ഞാനും ഡാഡയും കൂടി തക്കുവിനെ കൊണ്ടാക്കും. നാളെ മാത്രം 9 to 12. അതേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് നാളെ മാത്രം. നാളെ കഴിഞ്ഞാൽ മറ്റന്നാട്ട് പ്രോപ്പറായിട്ട് ക്ലാസ് തുടങ്ങും. അപ്പൊ സ്കൂൾ ബസ് വരും. 7 മണിക്ക് സ്കൂൾ ബസ് താഴെ വരും. അപ്പൊ തക്ക് എണീക്കണം. 7 മണിക്ക് 7 മണിക്ക് പോണെങ്കിൽ 6 ആക്ച്വലി 5:30 എണീക്കേണ്ടി വരും അല്ലേ? TV കാണലും കത്തിക്കലൊക്കെ കഴിഞ്ഞ്. പക്ഷെ എന്താണ് അതെ ഇതുപോലൊക്കെ മോള് പഠിക്കണ്ടേ? ഏത് മോള്? ഞാനാ? ഞാനും കുറച്ച് എണീക്കാൻ. പക്ഷെ ഒരു കാര്യമുള്ളത്, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഉറക്കത്തിൽ നിന്ന് എണീക്കുക എന്നുള്ളത്. ഇതുവരെ ഞാൻ രാവിലെ എണീക്കാനായിട്ട് സജ്ജമായിട്ടില്ല. പക്ഷെ ഇതിൽ തക്കു എടാ, നീ എന്നെ ഒറ്റയ്ക്ക് ആക്കിയാ. നമ്മൾ ഒരുമിച്ചല്ലേ ഈ വ്ളോഗ് തുടങ്ങിയത്. നീ വാ, ഇവളേ തക്കു വാടി. തക്കു ഇതിങ്ങനെ മടക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് കട്ട് ചെയ്യണതാ. ലാസ്റ്റ് കട്ട് ചെയ്യാം. തക്കുവിനെ കട്ട് ചെയ്യാൻ ചാൻസ് തരാട്ടാ. ഇങ്ങനെ നമ്മള് കവർ ചെയ്യാൻ തുടങ്ങിയ നാളെ ആവുന്നു 5 ബുക്ക് കവർ ചെയ്ത് കഴിയുമ്പോ. തക്കു ഒന്ന് നോക്കിയ നീ ഗൈസ്, ആ ഫിനിഷിങ് നോക്കൂ നിങ്ങള്. തക്കു നീ കാണുന്നുണ്ടാവല്ലോ. എന്താ തക്കു, കളിയാക്കാണോ? കാര്യായിട്ടാണോ? വന്ന് വാ, ഞാൻ തരാം. മടക്കിട്ട് അടിക്കാം. ഇങ്ങനെ മടക്കിട്ട് സ്റ്റാപ്ലർ അടിക്കാൻ അവസരം തരട്ടെ തക്കു?
മമ്മി എനിക്ക് പഠിപ്പിച്ചു തരൂ. ആ ദേ ഇവിടെയാണ് നമുക്ക് അടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ആ പ്രസ് ചെയ്ത് ഇവിടെ 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 പ്രസ് ചെയ്. ആ കണ്ടാ അതൊക്കെ ഇപ്പൊ ഇവിടെ അത്ര ഉള്ള കാര്യം പഠിച്ചാ. ആ ഇനി നമുക്ക് എല്ലാ സൈഡും അതുപോലെ ചെയ്യണം. ഇത് മനസ്സിലായി? ഇതിങ്ങനെ പുറത്തേക്ക് നോക്ക്, പുറത്തേക്ക് നിൽക്കുമ്പോ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് മടക്കി വെക്കണം, എന്നിട്ടാണ് പുറത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ നിക്ക് 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 ഒരു മിനിറ്റ് ആ പൊസിഷൻ കറക്റ്റ് ആവണം കേട്ടാ. ആ ഇനി അടിച്ചോ, നല്ല പോലെ പ്രസ് ചെയ്യണം. ആ തന്നെ ഇതൊക്കെ പഠിച്ചു. അയ്യാ അങ്ങനെ വെറുതെ പ്രസ് ചെയ്യാൻ പാടില്ല, അപ്പൊ മിസ്സാവും. കണ്ടാ പറഞ്ഞ പോയത് കണ്ടാ? അങ്ങനെ പോവാൻ പാടില്ല കേട്ടാ. അങ്ങനെ എല്ലാ ഭാഗം പ്രസ് ചെയ്യാം. എന്താ തക്കു കളയരുത്. ബാ ഓരോന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പറ്റില്ല. വാ ഇവിടെ 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 ആ നിക്ക് 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 നമ്മുടെ കൈ അതിനെ അടിച്ചോ. പ്രസ് കരോ. അങ്ങനെ മമ്മിനെ കൈ വേദനെടുത്ത് ചെയ്യാനോ? സ്കൂളിൽ പോയിട്ട് കളർ ചെയ്യണം. കളർ ചെയ്തു കേട്ടോ. ഞാൻ പഠിക്കാണ്. എന്താ ചെയ്യണേന്നുള്ളതൊക്കെ മാം പറയും, അതനുസരിച്ചാണ് ചെയ്താൽ മതി. ഓക്കെ അനുസരിക്കുന്നില്ല. എന്താണ് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞേ ഈ ഒരു പിക്ക് ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ല തക്ക് പറഞ്ഞു ഇത് കളർ ചെയ്യാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മിസ് മാം പറയണ പോലെ ചെയ്താൽ മതി, അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ തക്ക് പറയണം. ഞാൻ അനുസരിക്കുന്നില്ല. അനുസരിച്ചില്ലെങ്കിൽ അപ്പൊ കാണാം. മമ്മിയുടെ അടുത്ത് അവനെ പോലെ ആവില്ല. ചെയ്തോ അങ്ങനെ. പക്ഷെ ഈ ഒരു പരിപാടി ഒഴിവാക്കാൻ പറ്റും, നല്ല വേനെടുക്കുന്നു. അപ്പൊ നമ്മള് ഒരു ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 5 ബുക്ക് ഉണ്ട്. അപ്പൊ അതുവരെ ഇനി കണ്ട് നിങ്ങൾ ബോറടിക്കും. പിന്നെ ഞങ്ങള് 5 ബുക്കും 7 ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ലാസ്റ്റ്. ശരി ഓക്കെ ഗൈസ്. അപ്പൊ ഞാനാണ് ഇത്ര നേരം ഒറ്റയ്ക്ക് ഇരുന്ന എല്ലാം കവർ ചെയ്തതാ. ഇത്രയും ബുക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മമ്മിക്ക് വയ്യാണ്ടായി. ഞാൻ തന്നെ ഒട്ടിക്കാൻ പോണത്. എന്താണെന്നറിയോ എന്റെ ഇതില് കണ്ടുപിടിക്കുന്നത്? എന്താണ് ടക്കുവിന്റെ ഫേവറേറ്റ് ഏതാ നിങ്ങളോട് കണ്ടുപിടിക്കാന്ന് പറയണേ. കമന്റ് ബിലോ അല്ലേ? ഇത് എന്റെ സ്റ്റിക്കർ ഏതാന്നറിയോ നിങ്ങൾക്ക്? ഇതില് കണ്ടുപിടിക്കും. അവർക്ക് തക്ക അത് പറഞ്ഞു കൊടുക്കാം, എന്നാലല്ലേ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതില് ആണോ? അല്ല. ഇതാണ് 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 അല്ല. ഇതല്ല. പറഞ്ഞു. ഇതാണ് അല്ല. ഇതാണ് അല്ല. ഇതിലേതാ? ഇതാണ് ആണ്. കാണിച്ചേ കാണിക്കാം. ഓ കാണിച്ചു തരാൻ വേണ്ടി ഇപ്പൊ തന്നെ കാണിച്ചു തന്നത് എന്നെയാണ്. ഓക്കെ നമുക്ക് തന്നെ ഒട്ടിച്ചാലോ? ഓരോ ബുക്ക് നമുക്ക് ഏതാന്ന് നോക്കിട്ട് ഒട്ടിക്കാം. ഇത് ഇംഗ്ലീഷ് ബുക്ക്. മമ്മി എടുക്കണ്ടേ? ശരി എടുത്തോ. സൂക്ഷിച്ച് കൊണ്ടോ. ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കാം. ഈ ഭാഗത്തായിട്ട് ഒരു മിനിറ്റ് മമ്മി ഒട്ടിക്കാം. ശരി മമ്മി അത് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചു തരാം പ്ലീസ്. മമ്മി കാണിച്ചു തരാം ഒട്ടിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ശ്രദ്ധിച്ച് ഒട്ടിക്കണം. തക്കും അറ്റത്ത് പോലെ ശരിയാൻ പാടില്ല. തക്കു ശരി നല്ല കുഴപ്പമില്ല ഗൈസ്. തക്കു തന്നെ ഒട്ടിച്ചു. ഞാൻ ഇതിൽ ചെറിയൊരു അപാകത പറയട്ടെ. ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. വേണ്ട ചെറിയൊരു ചെരിവുണ്ട്. ആ ചെരിവ് ഓക്കെ. അടുത്ത മമ്മി ഒന്ന് കാണിച്ചട്ടെ പ്ലീസ്. ചെറിയാണ്ട് ഓക്കെ. അപ്പോ ഒരു മിനിറ്റ് അല്ലേ, ഇതിൽ നമുക്ക് പേര് എഴുതാതെ. ഇംഗ്ലീഷ് ബുക്കില് നിലാവിന്റെ പേര് എഴുതണ്ടേ? തക്കുവിന് എഴുതാൻ അറിയോ? അറിയാം. ഇതിൽ മമ്മി എഴുതാം. തക്കുവിന് എഴുതാൻ അറിയാം, പേര് എഴുതാൻ അറിയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം തക്കുവിന്റെ പേര്. ഇതിൽ മമ്മി ഇപ്പൊ ജസ്റ്റ് എഴുതാം.
തക്കു ഇവിടെ ഇരിക്കും. തക്കുവിൻ്റെ പേര് എഴുതാൻ പോവാണ്. നിലാവാശി ഇതിൽ കൊള്ളൂല കേട്ടോ, പക്ഷെ നിലാവ് മാത്രമേ അല്ല, സ്ഥലമുണ്ട്. നിലാവ് നിലാവ് ആഷിയാൻ. ഫുൾ ക്യാപിറ്റൽ ലെറ്റർ അതെ മമ്മി എഴുതിട്ടാ. തക്കുവിന്റെ പേര് നിലാവ് ആഷിയാൻ. തക്കുവിന്റെ പേര് തക്കു, നീ എന്തെങ്ങനെ തക്കു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ. പിന്നെ സ്റ്റാൻഡേർഡും റോൾ നമ്പർ ഒക്കെ ഉണ്ട്. റോൾ നമ്പറും നമുക്ക് അറിയില്ല. തക്കു LKG ഏലാണ്. തക്കു ഏതിലാ? അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. തക്കു കാണണ്ടേ? ഓ, വീല് ബോയ്സ് അങ്ങനൊന്നും അല്ലടാ. തക്കു LKG A. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലെല്ലാത്തിലും എഴുതിയിട്ട് ലാസ്റ്റ് കാണിക്കാം. കുറെ എഴുതാനുണ്ട്, കുറെ എഴുതി കുറച്ചൊക്കെ സെറ്റപ്പ് ആക്കാനുണ്ട്. ഇനിയും എല്ലാത്തിലും പേര് എഴുതണം. എല്ലാത്തിലും എഴുതണം കാണിച്ചാൽ പറയട്ടെ. അത് വൈറ്റ്നർ നമുക്ക് പേരെഴുതാനുള്ളതാ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യല. അതൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇത്രയൊക്കെ ഉള്ളൂ, ഇനി കുറേ പണികൾ ബാക്കിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ സ്കൂളിൽ പോകുന്നതും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക്